ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. 3 ചേരുവ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. രാവിലെ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയിൽ മാത്രമല്ല, ഗോതമ്പ് പൊടിയിലും ഇത് ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ആദ്യം നമ്മൾ ചേർത്ത് പിന്നെ വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായ ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം. കുറച്ച് തരിയോട് കൂടിയ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്തത്. അരിപ്പൊടി നിങ്ങൾ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ റവ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കലക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു മെയിൻ ചേരുവയായ ചക്കച്ചുള നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 7-8 ചക്കച്ചുള ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ്. അതൊന്ന് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്തിട്ട് കലക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അരിപ്പൊടിയും തേങ്ങയും കൂടി മിക്സിയിൽ അരച്ചെടുത്താലും മതി. പക്ഷെ ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ തേങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്കച്ചുളയുടെ അളവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത പഞ്ചസാരയും ചേർക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാതെയും ഇതുണ്ടാക്കാം. ചക്കച്ചുളയുടെ നേരിയ മധുരമൊക്കെ ഉണ്ടാവും, അതായാലും മതി. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ ബാറ്റർ ഒഴിച്ചു വെക്കാനുള്ള മോൾഡ് തയ്യാറാക്കാം. ഞാനിവിടെ 4 ഇതുപോലത്തെ ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഗീ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ പാത്രവും ഒന്ന് ഗീ തടവിയെടുക്കാം. ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണയോ ഉപയോഗിച്ചാൽ മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗീ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോ തവി വീതം ഈ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് പൊങ്ങിയ തരത്തിൽ വേണമെങ്കിൽ സോഡാപ്പൊടി അല്പം ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നമ്മൾ മോൾഡിൽ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് സ്റ്റീമർ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റീമർ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഓരോ മോൾഡും വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. രാവിലെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ വേഗത്തിൽ ഇത് തയ്യാറാക്കി കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ സ്നാക്കെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് വേവിക്കാൻ വെക്കാം. ബാക്കിയുള്ള ബാറ്റർ ഞാനൊരു ഗ്ലാസിൻ്റെ മോൾഡിലും കൂടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം.
മൂടി വെച്ച് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വേവിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതും കൂടി വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ സ്നാക്കെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് നമ്മൾ മോൾഡിൽ നിന്ന് മാറ്റേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പതിയെ കൈകൊണ്ട് അടർത്തി മാറ്റാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഗ്ലാസ് മോൾഡിൽ വേവിച്ചതാണ്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് അടർത്തി എടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കും ഈവനിങ് സ്നാക്കും കൂടിയാണിത്. നല്ല സോഫ്റ്റാണ്, വായിൽ വെച്ചാൽ അലിയുന്നത് അറിയില്ല. ഒരെണ്ണം മതി നമുക്ക് ഒരു നേരത്തേക്ക്. കണ്ടില്ലേ, വളരെ ഹെൽത്തിയുമാണ്. ചക്കച്ചുള ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിലേക്ക് ഏലക്കപ്പൊടിയൊന്നും ചേർക്കാഞ്ഞത് ചക്കച്ചുളയുടെ ടേസ്റ്റ് അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്